സിൽവർ ലൈനിന് ഒരിഞ്ച് ഭൂമി പോലും നൽകാനാകില്ലെന്ന് ദക്ഷിണ റെയിൽവേ കേന്ദ്ര റെയിൽവേ ബോർഡിന് റിപ്പോർട്ട് നൽകി. ഭൂമി നൽകിയാൽ ഭാവി റെയിൽ വികസനവും വേഗം കൂട്ടലും തടസ്സപ്പെടുമെന്നും റിപ്പോർട്ടിലുണ്ട്. റെയിൽവേയുടെ ഭാവി വികസനം പരിഗണിച്ചു തന്നെയാണ് അലൈൻമെന്റ് തീരുമാനിച്ചതെന്ന് കെറെയിൽ മറുപടി നൽകി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഭൂമിയിൽ തടസ്സവാദം ഉന്നയിച്ചാണ് കേന്ദ്ര റെയിൽവേ ബോർഡിന് ദക്ഷിണ റെയിൽവേ റിപ്പോർട്ട് നൽകിയത്. റെയിൽവേ ട്രാക്കിന് സമാന്തരമായി കടന്നുപോകുന്ന സിൽവർ ലൈനിന് 183 ഹെക്ടർ ഭൂമിയാണ് വേണ്ടത്. ഭൂമി നൽകിയാൽ കേരളത്തിലെ റെയിൽവേയുടെ ഭാവി വികസനവും വേഗം കൂട്ടലും തടസ്സപ്പെടും. നിലവിലെ അലൈൻമെന്റ് അനുസരിച്ച് ഒരിഞ്ച് പോലും ഭൂമി വിട്ടു നൽകാനാവില്ല. റെയിൽവേയുമായി ആശയവിനിമയം നടത്താതെയാണ് അലൈൻമെന്റ് അന്തിമമാക്കിയതെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. കെറെയിൽ ആവശ്യപ്പെടുന്ന ഭൂമിയിൽ നല്ലൊരു പങ്കും വികസനത്തിനായി റെയിൽവേ നീക്കിവച്ചതാണ്. സിൽവർ ലൈനിന്റെ സ്റ്റാൻഡേർഡ് ഗേജ് ട്രാക്കിന് ഇരുവശമുള്ള ക്രോസിംഗ് എന്നിവയിലെല്ലാം ദക്ഷിണ റെയിൽവേ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ റെയിൽവേ ഭൂമി വിനിയോഗം സംബന്ധിച്ച് ദക്ഷിണ റെയിൽവേയുടെ സംശയങ്ങൾക്ക് കെറെയിൽ മറുപടി നൽകി. റെയിൽവേയുടെ ഭാവി വികസനം പരിഗണിച്ചു തന്നെയാണ് അലൈൻമെന്റ് തീരുമാനിച്ചത്. ലഭ്യമായ റെയിൽവേ ഭൂമി വിനിയോഗിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ അനുസരിച്ച് നിലവിലുള്ള ട്രാക്കിൽ നിന്ന് 7.8 മീറ്റർ അകലം പാലിച്ചാണ് സിൽവർ ലൈൻ അലൈൻമെന്റ് നിശ്ചയിച്ചത്. പ്രധാനപ്പെട്ട പാലങ്ങൾ വരുന്നിടത്തും നിലവിലെ പാതയുമായി കൃത്യമായ അകലം സൂക്ഷിച്ചിട്ടുണ്ട്. നിലവിലുള്ള പാത 4 വരി പാതയാകുമ്പോൾ സ്വീകരിക്കേണ്ട ഡിസൈൻ മാനദണ്ഡങ്ങളെല്ലാം സിൽവർ ലൈൻ DPR-ൽ പരിഗണിച്ചിട്ടുണ്ട്. ഇരുവശവും അതിർത്തി വേലികൾ ഉണ്ടാകുമെങ്കിലും സ്റ്റേഷൻ ലൊക്കേഷനുകളിലും മറ്റും എസ്കലേറ്റർ പോലുള്ള സംവിധാനങ്ങളോടെ പാത മുറിച്ചു കടക്കാനുള്ള ക്രോസ് വേകൾ ഉണ്ടാകും. ദക്ഷിണ റെയിൽവേയുമായി നടത്തിയ ചർച്ചയിലാണ് കെറെയിൽ സംശയങ്ങൾക്ക് മറുപടി നൽകിയത്. റിപ്പോർട്ടർ, കോട്ടയം.